Hi, first of all, thank you so much for reaching here. നമ്മളുടെ ഒരു നമ്മളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ജേണിയാണിത്. കൃത്യമായിട്ടുള്ള ഒരു ഡെലിവറിയിലൂടെയാണ് ഇപ്പോൾ സെക്കൻഡ് ടോപ്പിക് ഫോക്കസ് എലിമിനേഷൻ എന്ന് പറയും. ആ ഒരു ഫോക്കസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫോക്കസ്? ഫോക്കസ് ഈ ആഹ്, എന്ന് പറയുന്നത് എന്താണോ എനിക്ക് വേണ്ടത് അതിലേക്ക് മാത്രം നോക്കുക, ബാക്കിയുള്ളത് മാറ്റി നിർത്തുക എന്നതാണ് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇനീഷ്യലി റാപ്പോ ബിൽഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമുക്കൊരു ഹാഫ് ആൻ അവർ ആണുള്ളത്. അപ്പോൾ ആ ടൈം വളരെ ഫോക്കസ്ഡ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഈ ടോപ്പിക്കിലേക്ക് തന്നെ ഇനീഷ്യലി വന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഞാനൊരു സെയിൽസ് പേഴ്സൺ ആണ്. എന്താണ് ഞാൻ സെയിൽസിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണലി ഫോക്കസ് എന്നുള്ള ടോപ്പിക് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കരിയർ ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും എന്നെ ഒരു നല്ല രീതിയിൽ ചേഞ്ച് വരുത്താൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫോക്കസ്. ഫോക്കസ് ഞാൻ എപ്പോഴും പറയും, ഫോക്കസ് ഈസ് ദ പവർ ഓഫ് സെയിങ് നോ. 99 കാര്യങ്ങൾക്കും നോ പറയാനുള്ള എലിജിബിലിറ്റി പവറാണ് ഫോക്കസ്. അത് പറയണമെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. അപ്പം നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാ ലീഡേഴ്സും ഇവിടെ പറഞ്ഞതും ക്ലാരിറ്റിയെ കുറിച്ചാണ്. അപ്പം ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് നെക്സ്റ്റ് എന്താണ് വേണ്ടത്? എനിക്ക് ഇന്ന കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗോളുകൾ ഇന്ന ടൈമിൽ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് നെക്സ്റ്റ് ആയിട്ട് എന്താണ് വേണ്ടത്? അവിടെയാണ് ഫോക്കസ്. എനിക്ക് വേണ്ടത് ഇതാണ്. ഈ വേണ്ട കാര്യത്തോട് മാത്രം ഞാൻ യെസ് പറയും എന്നുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോക്കസ്. ഈ ഫോക്കസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അയാളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പല സാഹചര്യം, ഇപ്പോൾ ഇലക്ഷനാണ് നാട്ടിലൊക്കെ, ഇലക്ഷൻ്റെ ചൂടാണ്, പല പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും എന്താണ് എനിക്ക് വേണ്ടത്? ഞാനൊരു ഒരു 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 സമൂഹത്തെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആശയത്തെ കാണുമ്പോൾ ഞാൻ ഏത് തരത്തിലാണ് എൻ്റെ ഫോക്കസിനെ ഞാൻ കൊണ്ടുപോകേണ്ടത്? എൻ്റെ സറൗണ്ടിങ് മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴും എൻ്റെ പ്രയോറിറ്റികൾ എന്താണ് എന്നുള്ളതാണ് ഫോക്കസ് എന്നതുകൊണ്ട് ഞാൻ മീനിങ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോ വേർഡ്സിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ സെയിൽസ് എന്നത് പല ആളുകളും പല രീതിയിൽ അതിന് ഡെഫിനിഷൻ കൊടുക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പ്രസൻറ്റേഷൻ മൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു എവിടുന്നോ ഒറ്റൊരു ഡെഫിനിഷൻ എടുത്തു കൊടുന്നു അത് പ്രസന്റ് ചെയ്യാന്നുള്ളതല്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫോക്കസിന് കൊടുക്കുന്ന ക്ലാരിറ്റി. എൻ്റെ ക്ലാരിറ്റിയാണ് എൻ്റെ ഫോക്കസ്. അപ്പം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു സെയിൽസ്മാൻ ആണ്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യൽ പുതിയ കമ്പനികളെ ഓൺബോർഡ് ചെയ്യാനാണ്. പുതിയ കമ്പനികളെ ഓൺബോർഡ് ചെയ്യുമ്പോഴാണ് ഒരു സെയിൽസ്മാൻ എന്ന രീതിയിൽ എൻ്റെ റവന്യൂ കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. കമ്പനിയുടെ റവന്യൂ കൂട്ടുക, വരുമാനം കൂട്ടുക, കമ്പനിയിൽ പുതിയ പുതിയ കമ്പനികളെ ഓൺബോർഡ് ചെയ്യുക, ഡിഫറെൻറ്റ് രീതിയിലുള്ള ആശയങ്ങളെ കമ്പനിയിലോട്ട് അട്രാക്റ്റ് ചെയ്യിക്കുക എന്നതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം, അതിൽ മാത്രം എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല സെഷനിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല മീറ്റിങ്ങുകളും കണ്ടിട്ടുണ്ട്. ഇനിയും വർക്കോ, എനിക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരുപാട് വർക്ക്, ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്, എനിക്ക് ടൈം കിട്ടുന്നില്ല, എനിക്ക് പല രീതിയിലുള്ള ഇനി ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള, ഞാൻ നെഗറ്റീവ് എന്ന് പറയില്ല, അവരുടെ സാഹചര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ടൈമും ഫോക്കസും തമ്മിലുള്ള ഒരു ക്ലാരിറ്റി? അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഉള്ളത് 24 hours ആണ്. നരേന്ദ്രമോദിക്കും ഇവിടെ ഉള്ളത് 24 hours ആണ്. ട്രംപിനും 24 hours ആണ്. ഇപ്പോൾ പല ഇന്റർനാഷണൽ ഇൻസിഡൻസ് നടക്കുമ്പോൾ എല്ലാവർക്കും 24 hours ആണ്. ദെൻ ഹൗ ദേ ആർ യൂട്ടിലൈസിങ് ദെയർ ടൈം, അവരുടെ സമയം എങ്ങനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്? അവിടെയാണ് ഈ ഫോക്കസ് എന്നുള്ളൊരു
ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആശയം. എൻ്റെ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പോൾ പല ആളുകളും രാത്രി ഇരുന്ന് ഇങ്ങനെ നോട്ട് ചെയ്യും. ഒരു ടൂളാണ് ഞാൻ വേർ ഐ സ്പെൻഡ് മൈ ടൈം. അപ്പോൾ അവിടെ ഞാൻ എവിടെയാണ് ഇന്ന് ഫോക്കസ് ചെയ്തത്? എൻ്റെ എനർജിയും എൻ്റെ ആശയങ്ങളും എൻ്റെ ഹെൽത്തും ഞാൻ ഇന്ന് എവിടെ യൂസ് ചെയ്തു? അവിടെയാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് എൻ്റെ ഫോക്കസ് എവിടെയാണ് എന്നതിനനുസരിച്ചിട്ടാണ് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. ഞാൻ സെയിൽസിനെ പഠിച്ചു. ആ പഠിച്ചപ്പോൾ എൻ്റെ ഫോക്കസ് സെയിൽസായി. ആ ഫോക്കസ് സെയിൽസ് ആയപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെയിൽസിലോട്ട് ജോബായിട്ട് എൻ്റർ ചെയ്തു. അപ്പം അത്തരത്തിൽ ഫോക്കസ് എവിടെയാണ് പോകുന്നത് അതിനനുസരിച്ച് എൻ്റെ ലൈഫിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും പല ലീഡർഷിപ്പ് കോച്ചിങ്ങും പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഡെയിലി 3 ഗോൾസ് സെറ്റ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫോക്കസ് ആണ്. ഞാൻ ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും കോറായിട്ടുള്ള എൻ്റെ ഗ്രോത്തിന് അല്ലെ എൻ്റെ ഫാമിലിക്ക് എൻ്റെ നെക്സ്റ്റ് ലെവലിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെയാണ് ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ നോട്ട് ടു ഡു ലിസ്റ്റ്. ഞാൻ ഇപ്പോൾ എൻ്റെ ലീഡർഷിപ്പിൻ്റെ പല സെഷനുകളിലും അല്ല പല ഗ്രൂപ്പുകളിലും നോട്ട് ടു ഡു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഞാൻ എന്താണ് ചെയ്യാത്തത്, ഇന്ന് എനിക്ക് ഇത് ചെയ്യണ്ട എന്ന് നമുക്ക് തോന്നുമല്ലോ, എനിക്കിത് ചെയ്യണ്ട. അപ്പോൾ പല ആളുകളും പറയണത് ഞാൻ ഫുൾ ടൈം ഫോണുമ്മലാണ്, അല്ലെങ്കിൽ ഞാനും ഫോൺ നന്നായി ഉപയോഗിക്കുന്ന ഒരാളാണ്, സോഷ്യൽ മീഡിയയിൽ നന്നായി ഉപയോഗിക്കുന്ന ഒരാളാണ്, എല്ലാതും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ നോട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാനത് ചെയ്യൂല, ഇന്ന് ഞാൻ അത് ചെയ്യില്ല. എന്നും ചെയ്യുന്നൊരു കാര്യം. ഇപ്പം ഞാൻ ഇന്നൊരു 5 hours ആണ് സ്ലീപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന് 5 hours ഉറങ്ങൂല. അതിൻ്റെ അർത്ഥം ഞാൻ 4 ആക്കുന്നല്ല, മുന്നോട്ട് 6 7 ആക്കും എന്നുള്ള രീതിയിലാണ്. അത് ഓരോരുത്തരുടെ മെന്റൽ സ്റ്റേറ്റിനനുസരിച്ച് മാറ്റം വരുന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമ്മുടെ ലൈഫിൽ പല മേഖലകളുണ്ട്. ഓരോരുത്തർക്ക് ഫാമിലി ആയിട്ടുണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം ഞാൻ ലീവ് എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അവിടെയാണ്. ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിലുള്ള അക്കൗണ്ടൻ്റൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം പൊതുവേ ഞങ്ങളെ കമ്പനിയിലുള്ള ആളുകളൊക്കെ നാട്ടിൽ പോയാൽ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളായിട്ട് ഫുൾ ഓഫ് ഡിസറ്റാച്ച്ഡ് ആണ്. ഞാനൊരു സിംഗിൾ മെസ്സേജ് പോലും അയക്കാറില്ല. സോ അവിടെ ഇപ്പോൾ എൻ്റെ ഫോക്കസ് എന്താണ്? എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഫാമിലിയാണ്. ഈ ഫോക്കസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ എനർജി സ്പെൻഡ് ചെയ്യുന്നു അവിടെ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കോർ മേഖലകളുണ്ട് ഫോക്കസിന്. ഇപ്പം നിലവിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എവിടെ ഞാൻ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻറ്റുകളാണ് ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഇന്ന് ഇവിടെ മാസ്റ്റർ മൈൻഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, വാട്ട് ഈസ് റിയൽ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ ഫോക്കസ്? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫോക്കസ് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ ഫോക്കസ് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായി? രണ്ടാമത്, വാട്ട് ആർ ദ പ്രാക്ടീസസ്? നമ്മൾ ഒരുപാട് ഫോക്കസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തിയറി ആയിട്ട് ഭയങ്കരമായി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതെങ്ങനെയാണ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? ഈ ഒരു ഫോക്കസ് എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ദൈനംദിനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ്? ഫോക്കസ് എന്നുള്ള ടോപ്പിക് അത് ഇമ്പോർട്ടൻ്റ് ആണോ? ഞാൻ അത്ര ഗൗരവമായി എടുക്കേണ്ട ഒരു ടോപ്പിക്കാണോ എന്നുള്ള ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പല ആളുകളും നമ്മളോട് ഇന്ന് അവരുടെ ചില കാര്യങ്ങൾ വെച്ചിട്ട് അവർ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഐ എം സോ ഹാപ്പി പല ആളുകളും ഇവിടെ ഫോക്കസ് ചെയ്ത് ഇവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി
ഇനീഷ്യൽ ആക്ഷൻ എടുത്ത ആളുകൾക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ ജസ്ന മാം, എന്താണ് ജസ്ന മാമിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഫോക്കസ് എന്നുള്ള ഈ 3 ക്വസ്റ്റ്യൻസിൽ ജസ്ന മാമിന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നത് എന്താണ് ഷെയർ ചെയ്യാറുള്ളത്? ഹലോ ലീഡേഴ്സ്, യെസ്. എനിക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാല് കുറെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ പറ്റി. ലൈക്ക് എനിക്ക് ഏറ്റവും ഈ പ്രാവശ്യത്തെ നമ്മളെ ഗ്രോത്ത് ഇത് തുടങ്ങിയില്ലേ, ഗ്യാപ്പ് ഗ്യാപ്പില് ടൈം ബോണ്ട് വെച്ചപ്പോ ഉള്ള വ്യത്യാസം ഭയങ്കരമാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ പ്രയോറിറ്റി ലിസ്റ്റ് ഇടും, പക്ഷെ അതിന്റെ ഇടയിലൊക്കെ ഇടക്കിടക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോ അതിൽ പോയി നോക്കും, ടൈം പോവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ആ ടൈം ബോണ്ട് വെച്ചപ്പോ കറക്റ്റ് ഔട്ട്കം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സ് ചെയ്യാതെ ഞാൻ നോക്കുന്നില്ല, ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. അപ്പോ അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് ഞാൻ 55 ഇയേഴ്സ് ആകുമ്പോൾ ഡെന്റിസ്ട്രി പതുക്കെ മാറി കോച്ചിങ്ങിലേക്ക് ഫുള്ളായിട്ട് വരാനുള്ള പ്ലാനാണ്. അപ്പൊ പുതിയ പ്രൊഫഷനിലേക്ക് കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ വിസിബിലിറ്റി കൂട്ടാൻ സെൻസെ പറഞ്ഞ പോലെ വീഡിയോസ്, റീൽസ് എല്ലാം വീക്ക്ലി വൺസ് ഇടണം. അപ്പൊ അതിന്റെ കണ്ടന്റ് ക്രിയേഷൻ, അപ്പൊ മോർണിംഗ് ടു ഈവനിങ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ചാലഞ്ചിങ് ആണ് സത്യം പറഞ്ഞാല്. അതിന്റെ കണ്ടന്റ് സെർച്ച് ചെയ്യുക ഒരു വീക്ക്ലി വൺസ്. പക്ഷെ ഈ ടൈം ബോണ്ട് ഇട്ടപ്പോ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് 10 മിനിറ്റ്സ് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ തന്നെ വീക്ക്ലി വൺസ് സുഖമായിട്ട് ഒരു വീഡിയോ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീൽ ഉണ്ടാകാൻ പറ്റുന്നുണ്ട്. അത് വിസിബിലിറ്റി കൂട്ടാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നവരൊക്കെ ആ വീഡിയോ ഇതിൽ ഇൻസ്റ്റയിൽ കണ്ടല്ലോ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമുക്ക് അത് ഒരു വിസിബിലിറ്റിനെക്കാളും നമുക്കൊരു മെസ്സേജ് എത്തിക്കുക എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഒരു പാരന്റിങ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറെ പേര് ആ ചാലഞ്ച് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നുള്ള ഫീഡ്ബാക്കും കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആ പ്രാക്ടീസസ് ഞാൻ ചെയ്യുന്നത് ഇതാണ്, ടൈം ബോണ്ട് വെച്ചിട്ട് ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി 3 പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ അതിൽ കുറെ എക്സ്ട്രാ ഉണ്ടാവും, പക്ഷെ 3 ആണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. യെസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് ജസ്ന മാം. ജസ്ന മാം പറഞ്ഞതിൽ ഒന്ന് ടൈം, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ പ്രാക്ടിക്കൽ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള പല ഗ്രൂപ്പ് മെമ്പേഴ്സിനും ആർക്കെങ്കിലും ഒക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ടൈം ബൗണ്ട് ആയിട്ട് ഒരു കാര്യം ചെയ്യുക, ഒരു 45 മിനിറ്റ്സ്. ഞാൻ ഈ 45 മിനിറ്റ്സിൽ എൻ്റെ ഫോൺ യൂസ് ചെയ്യില്ല. അവിടെ നോ ടു ഡു ലിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അതുപോലെ തന്നെ വാട്ട് ഐ വോണ്ട് ടു ഡു, ഞാൻ എന്താണ് ഈ 45 മിനിറ്റ്സിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജസ്ന മാം പറഞ്ഞത്. അതുപോലെ തന്നെ വിസിബിലിറ്റി, അത് നമ്മളൊരു ടോപ്പിക്കായിട്ട് കമ്മിങ് സൂൺ വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിലും ഇപ്പോൾ ഒരു വലിയൊരു പർപ്പസ് ആയിട്ടാണെങ്കിലും വലിയൊരു വിഷനായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോൾ ജസ്ന മാം പറഞ്ഞതുപോലെ ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്ന മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്താ ജസ്ന മാമിന് ആഡ് ചെയ്യാനുള്ളത്? എന്താണ് ഫോക്കസ് കൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്? ഭയങ്കര ഒരു ഫുൾഫിൽമെന്റ് ആണ് എൻഡ് ഓഫ് ദ ഡേ. ലൈക്ക് നമ്മൾ കൃത്യമായിട്ട്, മറ്റേത് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മളെ കൊണ്ട് അത് ആവുന്നില്ല. നമുക്ക് അത് ഡിസ്ട്രാക്ഷൻ ഇടയിൽ വരുന്നതുകൊണ്ട് നമുക്കത് പ്രയോറിറ്റി ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഫുൾ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് എന്ന് വെച്ചാല് എല്ലാത്തിനും ടൈം ഇട്ട് വെച്ചിരിക്കുമ്പോൾ അക്കൗണ്ടിങ് ആണെങ്കിലും അതും നടക്കുന്നുണ്ട്, കണ്ടന്റ് ക്രിയേഷൻ അത് നടക്കുന്നുണ്ട്, ക്ലിനിക്കിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഫാമിലി ടൈം ഉണ്ട്, എല്ലാം അതിൻ്റെതായ രീതിയിൽ എനിക്ക് എന്താ പറയാ വീൽ ഓഫ് ലൈഫ് ഇല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം അതില്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. കൃത്യമായിട്ട് സമയം അത് ബ്ലോക്ക് ചെയ്ത് എവിടെയാണ് എൻ്റെ സമയം യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയും. ടൈം മാനേജ്മെന്റ് എന്നത് ഒരു, ഞാൻ പലപ്പോഴും കോമഡി ആക്കിയിട്ട് എടുക്കാറ്. ടൈം മാനേജ്മെന്റ് അല്ല, ടാസ്ക് മാനേജ്മെന്റ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ടൈമല്ല മാനേജ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് ടൈമിലാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പേഴ്സണലി ചെയ്യാറുള്ളത്. ഇപ്പം എനിക്കറിയാം ഇന്ന് 8:30ക്ക് ഇന്ന് ഡിസ്കഷനാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ ടൈം ഞാൻ അതിനു വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചു. വേറെ എന്തിനോടും നോ പറയാ എന്നുള്ളത് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റിൽ ഞാൻ അത് റെഡിയാക്കി വെച്ചു. അപ്പം ആ രീതിയിൽ ടൈം ബ്ലോക്ക് ചെയ്യലും ഇതിൻ്റെ ഈ ഒരു ഫോക്കസിൻ്റെ ഒരു
ടൂളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജസ്ന മാമും അത് തന്നെയാണ് പറഞ്ഞത്, ടൈം ബ്ലോക്ക് ചെയ്യണതിൻ്റെ ഒരു ബ്യൂട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. യെസ്, അടുത്തത് ആർക്കാണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? എന്താണ് ഫോക്കസിൻ്റെ ഒരു എക്സ്പീരിയൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊക്കെ പറയാം. ഇബ്രാഹിം സാർ, ഹബീബ മാം, അതുപോലെ തന്നെ ഷമീറ മാം, അത്തേക്കോ അത്തേക്ക് മേ ബി ഹി വിൽ ബി ഇൻ ഓഫീസ്. ഞാന് ഒരു ഫോക്കസും ഇല്ലാത്ത ആളായിരുന്നു. ഇപ്പൊ ഇതൊക്കെ എനിക്ക് പുതിയ കുറച്ച് അറിവാണ്. നമ്മളെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലൈഫിലൊരു വിഷനോ ഒരു ഗോളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു കുറച്ച് പ്ലാനൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോ ഇതൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. അപ്പോ ഫോക്കസ് ചെയ്യുന്നോണ്ട് തന്നെ നമ്മളെ ഒരു കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. മറ്റേ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ എങ്ങനെ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് പോയിരുന്നു. അന്ന് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു വിഷനോ അല്ലെങ്കിൽ ഗോളോ ഒന്നുമില്ല. ഇന്നിപ്പോ നമുക്ക് ഒരു ഗോൾ ഉണ്ടായതുകൊണ്ട് അതിൽ അവരെന്തെങ്കിലും പറയുമ്പോ നമുക്ക് അത് നോ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗോളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇനിയും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇതുപോലെ അറിഞ്ഞിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു. യെസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഫോക്കസ് കൊണ്ട് പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും റിയാലിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇബ്രാഹിം സാറിനോടുള്ള ഒരു ക്വസ്റ്റ്യൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസിന് വേണ്ടി ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഇന്നിപ്പോ ഇവിടെ പറഞ്ഞ ടാസ്ക് ആണ് പീരിയോറിറ്റി ലിസ്റ്റ്, ഒരു 3 ഗോളെങ്കിലും. അപ്പോ നാളെ മുതൽ അത് സെറ്റ് ചെയ്യാം, എന്നിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടൈം വെച്ചിട്ട് ടാസ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മാം പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ ഉണ്ട് എന്തെങ്കിലും നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ അതിലൊന്ന് ഫോക്കസ് ചെയ്യും. പിന്നെ അവിടെ നമ്മൾ കുറെ സമയം വേസ്റ്റ് ആയിട്ടാണ് വീണ്ടും നമ്മൾ തിരിച്ചു വരിക. അപ്പൊ അതൊന്ന് ടൈം ഫോക്കസ് ആയിട്ട് ഒന്ന് ടൈം സെറ്റ് ചെയ്തിട്ട് അതും കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എന്നാണ് ഇതിന്ന് കിട്ടിയ ഒരു യെസ്, ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്തെങ്കിലും ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്കിത് നേടാൻ പറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഹാബിറ്റ് മാറ്റാൻ പറ്റി, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ മുമ്പ് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആണെങ്കിലും ഇന്നലെ ആണെങ്കിലും ഇപ്പോഴും ഞാൻ ആ സ്ട്രഗിൾ ഉണ്ട്. എന്നോട് ഇങ്ങനെ അവര് പറയാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അതിലൊരു ഫോക്കസും ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഞാനതൊന്നും അതിനോടൊക്കെ ഞാനൊന്നും പറയുന്നില്ല. അവരോടൊന്നും ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ അവരടുത്ത് നോ പറഞ്ഞിട്ട് അതിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പോ എനിക്കൊരു ഇതുണ്ട് വിഷന് അവിടെ എത്തുക എന്നുള്ളത്. അപ്പൊ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ ഒരു ഫോക്കസ് ഉണ്ടായതുകൊണ്ടാണ് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റിയത്. യെസ്, അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് ഉണ്ടാവും എന്നാണ് ഇബ്രാഹിം സാറ് പറഞ്ഞതിൻ്റെ ഒരു ഒരു പോയിന്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വിഷൻ എന്നുള്ളത് ഒരു ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഫോക്കസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യൽ. അതുപോലെ തന്നെ ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ടൈം കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. കൃത്യമായിട്ട് ഇന്ന ടൈം എനിക്ക് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അവിടെ നമ്മൾ ബ്രെയിനിന് ഫോക്കസ് ആണ് കൊടുക്കുന്നത്. എനിക്കിതാണ് വേണ്ടത്. എനിക്ക് വേണ്ടാത്ത ഈ ഭൂമിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് കാറുകൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം അവിടെ ഒരു ഗോൾ സെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താ വേണ്ടത്, ആ കാറ് അയാൾക്ക് കൃത്യമായി കാണാൻ പറ്റും. അപ്പം ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ബ്രെയിന് എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗോൾ സെറ്റിങ്ങും ഫോക്കസും തമ്മിലുള്ളൊരു ഒരു കണക്ഷൻ. അവിടെ വിഷൻ, മിഷൻ എന്നുള്ളതൊക്കെ എവിടേക്കാണ് പോകേണ്ടത്,
എൻ്റെ വഴി എങ്ങോട്ടാണ്, എനിക്ക് പോകേണ്ടത് കോഴിക്കോടേക്കാണോ തിരുവനന്തപുരത്തേക്കാണോ എന്നുള്ളൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് എൻ്റെ ലൈഫിൽ വരാൻ പറ്റും. അതിനനുസരിച്ച് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ മതി എന്നുള്ളതാണ് ഇബ്രാഹിം സാറിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ടേക്ക് അവേ. താങ്ക് യു സോ മച്ച്. ആ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. പെട്ടെന്ന് സ്റ്റെപ്പ് എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. യെസ്, ഇനി ആർക്കാണ് ഇതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത് ഫോക്കസിനെ കുറിച്ച്? ഷമീറ മാം. ഹായ്. ആ വീഡിയോ ഓണാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് കേട്ടോ. ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. എന്റെ ലൈഫിൽ ഞാനിപ്പോ ഈ ഒരു ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ വന്നത് പോലും എന്റെ ഫോക്കസ് കൊണ്ടാണ്. കാരണം ഞാന് വെറും പക്ക ഒരു വീട്ടമ്മയായിരുന്ന ഞാൻ ഇന്ന് സർട്ടിഫൈഡ് ക്ലാരിറ്റി കോച്ചാണ്. എന്റെ ഫോക്കസ് 10ാം ക്ലാസ്സിൽ കല്യാണം കഴിഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്നിൽ മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ട് ഞാന് പലപ്പോഴും എല്ലാ വീട്ടമ്മമാരെ പോലെ പരാതി പറഞ്ഞിരുന്ന ഒരാളാണ്. ഒട്ടും സമയമില്ല, 4 കുട്ടികളാണ്, കുട്ടികളെ കാര്യം വീട്ടിലത്തെ കാര്യം ഒക്കെ നോക്കിയിട്ട് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരുന്ന എനിക്കൊരു ഗോൾ സെറ്റ് ചെയ്തപ്പോ ഞാൻ എൻ്റെ പഠനം, എൻ്റെ കുട്ടികളുടെ കാര്യം എല്ലാം, എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ചേഞ്ച് വന്നു. അത്രയും കാലം എൻ്റെ ഫാമിലിയിൽ ഉണ്ടാവാത്ത സന്തോഷം ഞാൻ മാറിയപ്പോ ഉണ്ടായി. അതെന്റെ ഫാമിലി. അതുകൊണ്ട് എല്ലാവരോടും പറയാം, നമുക്കൊരു ഗോൾ ഉണ്ടാവുക, നമ്മളെ സെൽഫ് ലവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഠനം തുടർന്നു. +2 എഴുതിയെടുത്തു, BBA എഴുതി, കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചു. അങ്ങനെ പിന്നെ തുടർന്ന് പിന്നെ ഞാൻ ഇപ്പോ പറഞ്ഞില്ലേ സർട്ടിഫൈഡ് ക്ലാരിറ്റി കോച്ച് എന്നുള്ള നിലയ്ക്ക് എത്തുന്നത് വരെ ഇപ്പോഴും ഇനി ഞാൻ പഠിച്ചിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ലേണിങ് സെൻസി പറയുന്ന പോലെ അത് എന്നും നമ്മൾ ചെയ്യുന്ന എത്ര മരിക്കോളം പഠിച്ചാലും നമുക്ക് ഇനിയും പഠിക്കാനുള്ളത് ഉണ്ടാവും. പക്ഷെ പഠിക്കുമ്പോൾ നെജീവ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബ്രെയിൻ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയും നമ്മൾക്ക് കിട്ടുന്ന ഒരു പവർ വേറെ തന്നെയാണ്. ഞാനൊരു 30 വയസ്സായപ്പോ ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ 40ലേക്കാണ് എത്തുന്നത്. പക്ഷെ ഇപ്പോ എനിക്ക് എന്തും കഴിയും എന്നുള്ള എന്നെ കൊണ്ട് കഴിയും, ഇതൊക്കെ ചെയ്യാൻ പറ്റുക, ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു തോന്നല് ഇതൊക്കെ ഉണ്ടായത് എനിക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്തപ്പോഴാണ്. ഇപ്പൊ എനിക്ക് ടൈം വിഷയമല്ല, എന്ത് കാര്യത്തിനും നാളെ ഇന്നത് ചെയ്യണം. അതിപ്പോ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകണം, എൻ്റെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും കഴിച്ച് ഞാൻ പോകുന്നുണ്ട്. പക്ഷെ ഒരേ സമയത്ത് ഞാൻ വൈകുന്നേരം വരെ പണിയെടുത്താലും കഴിയാത്തത് ഉണ്ടായിരുന്നു. അത് എല്ലാം എനിക്ക് കിട്ടിയത് ഈ ഒരു ഫോക്കസ്, അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്തു, അതിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ സമയം ചെലവാക്കാൻ തുടങ്ങിയപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാതായി. അതുവരെ ഞാൻ വലിയ എന്തോ ഭാരം ഒക്കെ ചെയ്തിരുന്നു തോന്നിയ കാര്യങ്ങളടക്കം എനിക്ക് ആ ഒരു ടൈം വെച്ചിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ബാക്കി എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയപ്പോ എനിക്ക് എത്രയോ ടൈം ഫ്രീ ആയി കിട്ടിയ പോലെ തോന്നി. നമ്മള് എഫേർട്ട് എടുക്കുക പറഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുത്തും. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആണ് ചെയ്യുന്നത് വെച്ചാല് അത് നമ്മള് അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷമീറ മാം. ഷമീറ മാം പറഞ്ഞതിൽ ഒരുപാട് ടേക്ക് അവേ ഉണ്ട്. ഒന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ സ്ട്രൈക്ക് ചെയ്തത് ഒരുപാട് സമയം ഫ്രീ ആയി കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വേണ്ടത് അത് ചെയ്താൽ ഒരുപാട് സമയം ലാഭമാണ്. അപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പം രാവിലെ എണീറ്റ് പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതെനിക്ക് വേണ്ടതാണോ വേണ്ടതല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലെ കുട്ടിയെ ആക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മാനെ ഡെയിലി കാണുന്ന ഒരാളാണ്. എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യം ചെയ്യും. എല്ലാ കാര്യം രാവിലെ എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഞാൻ കഴിച്ചാൽ എൻ്റെ പിന്നാലെ കടന്നു നോക്കുന്നു. ഫുഡ് കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ എത്ര വെള്ളം കുടിച്ചാൽ എല്ലാ കാര്യവും അത്രയും മൈന്യൂട്ടായിട്ട് നമ്മളെ ശ്രദ്ധിക്കും. പക്ഷെ ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ
എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ലാഭിക്കും. പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ബാക്കി സമയം ഫ്രീ ആണ് എന്നുള്ളൊരു റിയാലിറ്റി എക്സ്പീരിയൻസ് ആണ് ഷമീറ മാം ഇവിടെ പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. ആൻഡ് ഇനി ആരാണ് ഇതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത്? ആ ആഡ് ഓൺ ചെയ്യുന്ന ആള് തന്നെ ഇതിൻ്റെ ഒരു ടേക്ക് അവേ പറയുക. ഇന്നത്തെ ഒരു ടേക്ക് അവേ എന്താണ് ഞാൻ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് 9 o'clock ആയി. ഒരു മാക്സിമം ഒരു 5 minutes കൂടിയിട്ട് നമുക്ക് ഡിസ്കഷൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഹബീബ മാം കുറെ നേരമായി ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കുന്നുണ്ട്. ഹബീബ മാമിലാണ് വിളിച്ചാലാണ് ഹബീബ മാം കണ്ടു വരിക. യെസ് ഹബീബ മാം, എന്താണ് ഇന്നത്തെ ടേക്ക് അവേ? ടേക്ക് അവേ എന്ന് പറഞ്ഞാല് ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഗൈഡിന്റെ കോട്ട് തന്നെയാണ്. വേർ ദ എനർജി ഗോസ് ദർ ദ എനർജി ഫ്ലോസ്. അതായത് നമ്മളിപ്പോ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ നമുക്കിപ്പോ എനർജി എവിടത്തേക്ക് നമ്മൾ എനർജീനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ കുറെ ഡിഫറെന്റ് തോട്ട്സ് ഉണ്ടാവും ഷാറ്റേർഡ് ആയിട്ട്. അപ്പം ഫോക്കസ് ആയിട്ട് ഒരു പോയിന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ എനർജീനെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെ ഇപ്പം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ നെവർ ടു ഡു ലിസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മെയിൻ ആയിട്ട് നമുക്ക് ഫോക്കസിന്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മളെ ബ്രെയിനിനെ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പം സൺലൈറ്റ് തന്നെ ഗൈഡ് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് അതിങ്ങനെ എല്ലാ ലൈറ്റ് തന്നെയാണ്, സണ്ണിന്റെ ആ ഒരു എനർജി തന്നെയാണ് എല്ലാവിടെയും ഉള്ളത്. ലൈറ്റ് ആണെങ്കിലും ഹീറ്റ് എനർജി ആണെങ്കിലും ഡിഫറെന്റ്. അതിനിങ്ങനെ ഫോക്കസ് ആയിട്ട് ഇങ്ങനെ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ആ ഒരു പവർ കിട്ടുന്നത്. അതുപോലെ നമ്മളെ ബ്രെയിനിനെ നമ്മൾ ഏത് എനർജിയിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിന് ഏറ്റവും മാക്സിമം പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരാൻ പറ്റും. അപ്പം ആ ഒരു ഫോക്കസിന്റെ ഒരു ഡെപ്ത് അത്രയും ഉള്ളിൽ ഇറങ്ങാൻ പറ്റുന്ന അത്രയും ഡെപ്ത് അതിനുണ്ട്. അപ്പൊ നമ്മൾ ഓരോരോ കാര്യം ചെയ്യുന്ന സമയത്തും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് ഒരു നമുക്കിപ്പം ഇപ്പൊ ഒരു ബസ്സിൽ കയറുന്നതാണെങ്കിൽ ഫുൾ സീറ്റ് ഒഴിവാണെങ്കിൽ നമുക്ക് എവിടെ ഇരിക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതേ സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് ഇരിക്കുവാന്ന് ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ ഓക്കെ അവിടെ ഇരിക്കായിരുന്നു ഇവിടെ ഇരിക്കായിരുന്നു പിന്നെ ചാഞ്ചാട്ടം ഉണ്ടാവില്ല. നമ്മൾ ആദ്യമേ അത് മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അതുപോലെ എന്ത് കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫോക്കസ്ഡ് ആണെങ്കിൽ നമുക്ക് മറ്റതിനെ പറ്റിയിട്ട് ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിലും ഫോക്കസ് ഉണ്ടാകുമ്പോൾ തന്നെ മൈൻഡ്ഫുൾനെസ് താനേ വരുന്നതാണ്. ആ ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയത്. എങ്ങനെ? താങ്ക് യു സോ മച്ച്. ഹബീബ മാം ഒരുപാട് ഡെപ്തിൽ അതിൻ്റെ എനർജി ലെവലിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അത്ര ഡീപ്പിലോട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് കൊണ്ടുപോയാൽ ഈ ഒരു ഹവറിലൊന്നും നിൽക്കില്ല. അപ്പം അത്രയും ഡെപ്തിലുള്ള ഒരു മൈക്രോ ലെവൽ ഒബ്സർവേഷൻ ആണെങ്കിലും മാക്രോ ലെവൽ ഒബ്സർവേഷൻ ആണെങ്കിലും അത്ര ഡെപ്തിൽ ഫോക്കസ് എന്നുള്ള ഒരു വേർഡിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ അറിവിൽ അവരുടേതായ നോളജിൽ അതിനെ സീക്ക് ചെയ്യുന്നുള്ളതാണ്. അതിനെ അന്വേഷിച്ചറിഞ്ഞു എന്താണ് എൻ്റെ ഫോക്കസ് എങ്ങോട്ടാണ് പോവേണ്ടത്, എന്നെ മാറ്റം വരുത്താൻ എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴും ഒരു സെൽഫ് ലേണിംഗ് എന്നുള്ള രീതിയിലാണ് ഏതൊരു ടോപ്പിക്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച് ഹബീബ മാം ഫോർ യുവർ ടേക്ക് അവേ. ആൻഡ് എല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ ഒരു സെഷൻ്റെ ഒരു ആകെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ഇവിടെ ഇങ്ങനെ കഥ കേട്ടിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കുക. ഇവിടെ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. പ്രൊഫഷണലുണ്ട്, ലീഡർഷിപ്പുള്ള ആളുകളുണ്ട്, കോച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ പല പല മേഖലയിലുള്ള ആളുകൾ നമ്മളെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ നമ്മളൊരു മാസ്റ്റർ ഡിസ്കഷൻ നടത്തുമ്പോൾ പല ലെവലിലുള്ള അവബോധങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ലീഡർഷിപ്പ് സെയിൽസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അവയർനെസ്, എൻ്റെ എനർജി അവയർനെസ്സും എൻ്റെ ലീഡർഷിപ്പ് അവയർനെസ്സും കൂടിയിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം അത്തരത്തിൽ വളരെ ഡെപ്തിലുള്ള ടേക്ക് അവേകൾ കിട്ടും. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ പിന്നെ റിസൾട്ടാണ് എന്നുള്ളതാണ് നമ്മളുടെ സെഷനിൽ നിന്ന് ഓരോരുത്തരും എടുക്കേണ്ട ഒരു പോയിന്റ്. എല്ലാവരും ഇവിടെ മാറ്റം വന്ന് റിസൾട്ടായിട്ട് കൂമ്പാരമായിട്ട് വരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇൻറ്റൻഷനും അത് തന്നെയാണ്. അപ്പം ആ രീതിയിൽ എല്ലാവരും ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഐ എം റിയലി താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. കൂടുതൽ ആളുകളിലേക്ക് നമ്മളുടെ ഈ സെഷൻ എത്തുക.
കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഡെപ്തിൽ പല പ്രീമിയം ലെവലിലുള്ള ഡിസ്കഷനിലും വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആക്ഷൻസും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സെഷൻ ഞാൻ ക്ലോസ് ചെയ്യാണ്. 9:05 വൺസ് അഗെയിൻ താങ്ക് യു. ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു. താങ്ക് യു, ലീഡർ. താങ്ക് യു.